ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചേമ്പ് ഉപയോഗിച്ചൊരു ഫ്രൈ ആണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഈ ഡിഷിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ചേമ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു വിസിലിന് പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് തൊലി മാറ്റിയെടുത്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. പിന്നെ ഈ ചേമ്പ് ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ, ഇത്രയും സാധനങ്ങളെ ഈ ഡിഷിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ചേമ്പിനെ ഞാനിങ്ങനെ ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് കട്ടിയുള്ള ഒരു പേസ്റ്റ് ആയിരിക്കണം. പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റിനെ ചേമ്പിലേക്ക് നല്ലോണം പുരട്ടിയെടുക്കാം. എല്ലാ പീസിൻ്റെ മുകളിലും മസാല നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഹീറ്റിൽ. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാരണ ഓയിലോ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് ഈ ചേമ്പ് ആഡ് ചെയ്യാം. നല്ലോണം സ്പ്രെഡ് ചെയ്തിടണം, എന്നാലേ നന്നായി മൊരിയുള്ളൂ. ഇനി ഇത് നന്നായി മൊരിയുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചേമ്പ് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പേപ്പർ നാപ്കിനിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചേമ്പും ഇതേപോലെ വറുത്തെടുക്കാം. ഈ സൗണ്ട് കേൾക്കാണ്ടോ, നല്ല ക്രിസ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചേമ്പ് ഇതേപോലെ വറുത്തെടുക്കട്ടെ. ചേമ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.